ഗുഡ് മോർണിംഗ് കുട്ടികളെ, നിങ്ങളെല്ലാവരും പഠിക്കാൻ തയ്യാറാണോ? നിങ്ങളൊരു കഥ കേട്ടിട്ടില്ലേ? ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ കഥ. എന്തുകൊണ്ടായിരിക്കും ഈ ആപ്പിൾ ന്യൂട്ടൻ്റെ തലയിൽ വീണപ്പോൾ താഴേക്ക് വീണത്? മുകളിലോട്ട് പോകാത്ത എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. രണ്ട് പന്തും താഴേക്ക് തന്നെ വീഴാൻ എന്താണ് കാരണം? ഇവിടെ താഴേക്കൊരു ആകർഷണബലം ഉള്ളതായി തോന്നിയില്ലേ? വസ്തുവിൽ ഒരു ആകർഷണബലം ചെലുത്തിയത് ഇവിടെ ഭൂമിയല്ലേ? രണ്ട് വസ്തുക്കളും ഒരേ മാസ്സായിരുന്നു. എന്തുകൊണ്ടാണ് പന്ത് തൂവലിന് മുന്നേ താഴേക്ക് പതിച്ചത്? തൂവലിനേക്കാൾ മാസ് കൂടുതൽ പന്തിനല്ലേ? മാസ് കൂടിയ വസ്തുവിൻ്റെ മാസ് കുറഞ്ഞ വസ്തുവിലും ആകർഷണബലം ഒരുപോലെ ആയിരിക്കുമോ? ഇവിടെയും ഭൂമിയല്ലേ വസ്തുക്കളിന്മേൽ ആകർഷണബലം പ്രയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത് ഭൂമി എല്ലാ വസ്തുക്കളിന്മേൽ എന്താണോ ഒരു ആകർഷണബലം പ്രയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും എന്താണ് താഴേക്ക് വീഴുന്നത്, മുകളിലേക്ക് പോകാത്തത്. മാസ് ഭൂഗുരുത്വ ആകർഷണത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്.